ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയാണെങ്കിൽ അനിരുദ്ധിനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. നീയും അതുപോലെ തന്നെ അനന്യയും തമ്മിൽ എന്താ മോനെ പ്രശ്നം? അമ്മേ, ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അനന്യയ്ക്ക് അവളുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോവേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൾ അമ്മയെ കാണാൻ വരാതിരുന്നതെന്നുള്ളൊരു നോണ പറയുകയാണ് അനിരുദ്ധ്. അപ്പൊ പെട്ടെന്ന് തന്നെ സുമിത്രയ്ക്കാണെങ്കിലോ തന്റെ മകൻ തന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ അവനോട് പറയുന്നുണ്ട്, മോനെ, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം അത് അവള് തിരിച്ചറിഞ്ഞാല് നിന്നോടൊപ്പം തന്നെ അവളും എന്നെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വന്നേനെ. അപ്പോഴാണ് അനിരുദ്ധ് നടന്ന സംഭവങ്ങളെല്ലാം പ്രേമയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അനി എല്ലാം പറഞ്ഞ് സുമിത്രയെ മനസ്സിലാക്കുകയാണ്. അപ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, മോനെ, എത്രയൊക്കെ വന്നാലും സ്വരമോള് അവൾ ഒരുപാട് അവളുടെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. നീ എന്നെ കാണാതെ എത്രമാത്രം വിഷമിച്ചോ അതുപോലെ തന്നെ സ്വരമോളും അവളുടെ അമ്മയെ കാണാതെ വിഷമിക്കുന്നുണ്ട്. ഒരിക്കലും പ്രേമ ചെയ്തതുപോലെയുള്ളൊരു തെറ്റ് എൻ്റെ മോൻ ആവർത്തിക്കരുത്. ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നീ പോയി അനന്യയെ കൂട്ടിക്കൊണ്ട് വരണം. ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിനാണോ മോനെ നീ ഇങ്ങനെ അവളെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അൻ്റെതാണെങ്കിലോ തൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി കേട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ സുമിത്ര സോൾവ് ചെയ്തു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മ സിദ്ധാർത്ഥിന്റെ റൂമിൽ എത്തുകയാണ്. മോനെ, ഇനി അധിക നാള് ഈ വീട്ടിൽ ഇങ്ങനെ വഴക്കും വക്കാണോ ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എന്ത് വന്നാലും സുമിത്രയുടെ കണ്ണിലെ കരടാണ് താൻ. അതുകൊണ്ട് എൻ്റെ മോൻ മടങ്ങി വന്നത് അമ്മയെ കാണാനും അമ്മയോടൊപ്പം താമസിക്കാനും ഒക്കെ തന്നെയല്ലേ. നമുക്ക് എവിടെയെങ്കിലും ഒരു കൊച്ചു വീട് അതൊന്നെങ്കിൽ നീ വിലയ്ക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് താമസിക്കാം. എന്തായാലും ഇനി ഈ വീട്ടിൽ അധിക കാലം അമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ മോനോടൊപ്പം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ അമ്മയ്ക്ക് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിനെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ ഒരേ ഒരു ആഗ്രഹം ശ്രീനിലയം തിരികെ പിടിച്ച് അവിടെ എൻ്റെ അമ്മയോടും സുമിത്രയോടും മക്കളോടും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ്. അല്ലാതെ അമ്മ പറയുന്നത് പോലെ അമ്മയെ മാത്രം കൂട്ടി വാടക വീട്ടിലേക്ക് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുമിത്ര എന്നെങ്കിലും എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കും എന്നുള്ളൊരു വിശ്വാസം അതെനിക്ക് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ സിദ്ധു പറയുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ, മോനെ, അപ്പം നീ അമ്മയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നതല്ലേ? അല്ലമ്മ, ഞാൻ സുമിത്രയ്ക്ക് വേണ്ടിയാണ് തിരികെ വന്നത്. അവളെ ഇനിയും എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തനിക്ക് തൻ്റെ മകൻ തന്നെ ഈ രീതിയിലാണല്ലോ കാണുന്നത് എന്നൊക്കെ ഓർത്ത് സരസ്വതി അമ്മയ്ക്ക് വല്ലാണ്ട് വിഷമായിട്ടോ. സരസ്വതി അമ്മയാണെങ്കിലോ എന്തിനു വേണ്ടി താൻ ഇങ്ങനെ ജീവിക്കുന്നു? ഭർത്താവ് മരിച്ചുപോയി, ഒരു മകളുള്ളതാണെങ്കിൽ തന്നെ വൃദ്ധസദനത്തിലുമാക്കി. ദാ ഇപ്പം മകൻ പറയുന്നത് സുമിത്രയ്ക്ക് വേണ്ടിയാണ് തിരികെ വന്നത് എന്ന്. അപ്പോഴും സരസ്വതിക്ക് പ്രതീക്ഷിക്കാനും ജീവിക്കാനും ഒന്നും ഒരാളും ഇല്ല. അങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്. സിദ്ധാർത്ഥാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് വെളിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ രഞ്ജിതയാണെങ്കിലോ, രഞ്ജിത പങ്കജും അതുപോലെ പൂജയും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം അരവിന്ദനെ ഫോൺ ചെയ്ത് പറയാണ്. അപ്പം അരവിന്ദനാണെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയമായിരുന്നു. പുള്ളിക്കാരനെ കാർ ഒന്ന് സൈഡിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ രഞ്ജിതയുടെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും രഞ്ജിത പറയാൻ, എൻ്റെ പൊന്നു മനുഷ്യ, അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പൂജ ഈ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പം ഉടനെ അരവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ രഞ്ജു, കല്യാണം അങ്ങനെ ശരിയായോ? മനുഷ്യ, കല്യാണം എന്തായാലും ശരിയാകും, അതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. ഇതല്ല, സുമിത്രയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സിദ്ധാർത്ഥിന്റെ വരവ് എന്തായാലും ഏറ്റവും അധികം ഗുണം ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നെയാണ്. ദേ അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നെ തക്ക സമയത്ത് നമ്മുടെ മോൻ ആ വീട്ടിൽ ചെന്ന് പൂജയെ കൈയോടുകൂടി കൂട്ടിക്കൊണ്ടിങ്ങ് പോരുകയാണ്. അപ്പം അവൾ വരുന്നതിന് മുന്നേ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആന മണ്ടത്തരമൊന്നും എഴുന്നള്ളിക്കരുതെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചതെന്ന് പറയുമ്പം, അതെന്തൊരു വർത്താനാണോ താൻ ഈ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒരു പൊട്ടനാണെന്നാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധി തന്നെയാണ്. അപ്പം പെട്ടെന്ന് തന്നെ രഞ്ജിത പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ബുദ്ധിപരമായി തന്നെ നിന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ കൈപ്പിടിയിൽ വന്നത് എല്ലാ സംഭവങ്ങളും അത് നഷ്ടപ്പെട്ടു പോകും. എല്ലാം പോയിട്ട് കൊടുക്കാൻ കരഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് രഞ്ജിത ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ അരവിന്ദനാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നും പറഞ്ഞ് വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ പൂജയും പങ്കജും കൂടി യാത്ര ചെയ്ത് 2-3 ദിവസമായി യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല.
അങ്ങനെതാ പൂജ വണ്ടിയിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൂജയെ ഒന്ന് നോക്കുന്നൊക്കെയുണ്ട്. പെട്ടെന്ന് പൂജയുടെ ഫോൺ റിങ് ചെയ്യാണ്. വിളിക്കുന്നത് മറ്റാരുമല്ല, സുമിത്ര തന്നെയാണ്. അങ്ങനെതാ സുമിത്രയുടെ കോള് അറ്റൻഡ് ചെയ്തതും പങ്കജിന്റെ മുഖം കാർമേഘം വന്ന് മൂടിയതുപോലെ അത്ര കണ്ട് പങ്കജിന് ദേഷ്യമാവുകയാണ്. പെട്ടെന്ന് നമ്മുടെ പൂജ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കുമൊന്നും വേണ്ടമ്മേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാം. പക്ഷെ സുമിത്ര ഇപ്പറേ ഇരുന്ന് പൊട്ടിക്കരയാണ്. എത്രയൊക്കെ വന്നാലും തൻ്റെ മകളാണ്, തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും മാത്രമായിട്ട് തന്നോടൊപ്പം നിന്നൊരു മോള്. അപ്പൊ ആ ഒരു മോളെ തള്ളിക്കളയാൻ ഒരു കാരണം വെച്ചാലും നമ്മുടെ സുമിത്രയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സുമിത്രയാണെങ്കിലും, മോളെ സരസ്വതി അമ്മ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും, അമ്മയാണ് നിന്നോടൊപ്പം നിൽക്കുന്നത്. അമ്മയ്ക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. മോള് മടങ്ങി വാന്നും പറഞ്ഞ് സുമിത്ര കെഞ്ചിയിട്ടും നമ്മുടെ പൂജയാണെങ്കിലോ, അമ്മയോട് എനിക്കൊരു പിണക്കവും ഇല്ല, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ആ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കട്ടെ അമ്മേ, അതിനുവേണ്ടി ഞാൻ രഞ്ജിതാന്റിയുടെ വീട്ടിൽ നിൽക്കാം, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് സുമിത്രയ്ക്കും അത് മനസ്സിലായി. അതുകൊണ്ട് തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി സുമിത്ര പൂജയോട് പറയുന്നുണ്ട്, മോളെ ആയിക്കോട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പം എൻ്റെ മോള് അമ്മയുടെ അടുത്തേക്ക് തിരികെ വരണം, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മുടെ പൂജ പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഏത് രീതിയിലാണോ എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച സമയം തൊട്ട് ആ രീതിയിൽ തന്നെയാണ് എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അമ്മയെ തനിച്ചാക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു വാക്ക് അത് സുമിത്രയ്ക്ക് കൊടുത്ത് പൂജ കോള് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും പങ്കജ് നമ്മുടെ പൂജയെ ഒന്ന് രൂക്ഷമായി നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവളെ ട്രാപ്പിലാക്കി തൻ്റെ വീട്ടിൽ നിർത്തണം എന്നുള്ള ഒരു മോഹത്തിന്റെ പുറത്താണല്ലോ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് അവനാണെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. ഇനി പൂജ എങ്ങാനും സുമിത്രാന്റിയോടൊപ്പം തിരികെ പോയി കഴിഞ്ഞാൽ ഇവരുടെ പ്ലാനും കാര്യങ്ങളും ഒന്നും നടക്കില്ലല്ലോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശീതളിരുന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ അരിയാണ്. അപ്പൊ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് അനിരുദ്ധ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശീതളെ അമ്മ എവിടെയാ? അമ്മ അപ്പുറത്തുണ്ടല്ലോ ഏട്ടാ. ഏട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ? കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു എൻ്റെ ഏട്ടൻ, അതുപോലെ തന്നെ ദാ ഇപ്പോഴും അമ്മയെ അന്വേഷിച്ച് അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ഒരു കുട്ടി തന്നെയാണ് എന്നൊക്കെ കളിയാക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ച സമയമുണ്ടല്ലോ ശീതളെ, ആ സമയമാണ് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തിരുന്നത് ഏട്ടാ. അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചതാ. അമ്മയുടെ ചിറകില് എൻ്റെ അമ്മ വളർത്തിയതനുസരിച്ച് തന്നെയാണ് ഞാനും മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സച്ചിൻ എനിക്ക് ആരും ഇല്ല എന്ന് മനസ്സിലാക്കി എന്നോട് ഒരുപാട് ക്രൂരമായിട്ടാണ് പെരുമാറിയത് എന്നുള്ള കാര്യം ഇവള് തുറന്നു പറയുമ്പം അനിരുദ്ധാണെങ്കിലും തൻ്റെ കുഞ്ഞി പെങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നീ ഒരിക്കലും വിഷമിക്കുമൊന്നും വേണ്ട, എന്തായാലും എൻ്റെ മോളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ഈ ഏട്ടൻ നിന്നോടൊപ്പം ഉണ്ടാകും. അത് സച്ചിനോടൊപ്പം ജീവിക്കാനാണെങ്കിലും ഇനി സച്ചിനെ ഉപേക്ഷിച്ച് ജീവിക്കാനാണെങ്കിലും എന്ത് തീരുമാനത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിൽ തൻ്റെ വിഷമങ്ങളൊക്കെ സഹോദരനോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏട്ടൻ തന്നോടൊപ്പം തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവനോടൊപ്പം ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ തൻ്റെ പെങ്ങളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ രഞ്ജിതയാണെങ്കിൽ ഇതാ വീട്ടിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ചേടാ പങ്കജും പൂജയും പുറപ്പെട്ടിട്ട് ഇതുവരെ അവർ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അരവിന്ദൻ വരികയാണ്. അല്ലടോ എവിടെ പൂജയും പങ്കജും ഒക്കെ എവിടെ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഒരു ബൊക്കയോ മാലയോ ഒക്കെ സംഘടിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് വന്നത്. പിന്നെ ഞാൻ ഇത്ര സമയമായി വന്നു, എന്നിട്ടും അവരെ കണ്ടില്ലല്ലോ, അവരെവിടെ പോയടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനുഷ്യ അവര് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാലയും ബൊക്കയും ഒക്കെ സമയമാകുമ്പോഴത്തേക്കിനും പങ്കജ് തന്നെ പൂജയ്ക്ക് കൊടുത്തോളൂ, നിങ്ങൾ അതിനു വേണ്ടി മെനക്കെടണ്ട കേട്ടോ. പിന്നെ ദയവ് ചെയ്ത് ആന മണ്ടത്തരമൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. അറിയാലോ പൂജ അത്യാവശ്യം ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അവള് നമ്മുടെ കള്ളത്തരങ്ങൾ എങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാല് തെരുവിലായി പോവും നമ്മൾ. എന്തായാലും നിങ്ങൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ നമ്മുടെ അരവിന്ദനെ വിലക്കുമ്പോഴത്തേക്കിനും അരവിന്ദനാണെങ്കിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പം വരാനുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയല്ലേ പോവുള്ളൂ, കിട്ടിയ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, എന്ത് തരികിടയ്ക്കും രഞ്ജിതയോടൊപ്പം നമ്മുടെ അരവിന്ദനും കൂട്ടു നിൽക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.